രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണെന്നാണോ? എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മുടി വെട്ടുന്ന കാര്യം പോലും പ്ലാനിങ്ങിലില്ലാത്തൊരു കാര്യമാണ്. ഈ സമയമായപ്പോൾ ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒരുവിധം തീർത്ത് ഞാൻ കുളിച്ച് റെഡിയായി ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാവരും എങ്ങും പോയില്ല, എങ്ങും പോകാനോ എടുക്കാനോ ഒന്നിനുമില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുട്ടികളെ കൊണ്ടുപോയി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. തോന്നിയൊന്നുമില്ല, കുറച്ച് ദിവസമായി പിള്ളേർ പറയുന്നു അഡ്വഞ്ചർ പാർക്കിൽ പോകണം എന്ന് പറയുന്നു. അഡ്വഞ്ചർ പാർക്ക് എന്നല്ല, പാർക്കിൽ പോകണമെന്ന് പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇരിക്കുകയല്ലേ, അപ്പം ഞാൻ ചേച്ചി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ അന്നേരം വിചാരിച്ചു ഷോർട്സ് ആയിട്ട് എടുക്കാവണോ വീഡിയോ ആയിട്ട് എടുക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാൻ മീൻ കറിയൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞാണ്. മീൻ വറുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് വറുക്കാമല്ലോ എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ പോകേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ നേരെ വിച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്ന് മുടി ഒന്ന് വെട്ടിയതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മീനും ഒന്ന് വറുത്തു. മീൻ വറുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ അവിടെ വന്നിരുന്ന ഓരോ കുരുട്ട് ബുദ്ധികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചതിനും വേണ്ടി സ്നേഹപ്രകടനമായി, ഉമ്മയായി, കെട്ടിപ്പിടുത്തമായി. ഉണ്ണി ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ഒരു കാര്യം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവന് പിന്നെ സ്നേഹമാവും, പിന്നെ കെട്ടിപ്പിടുത്താവും. ഭയങ്കര സോപ്പിടലിൻ്റെ ആശാനാണത്. അപ്പോൾ എന്തായാലും സോപ്പിടിയിലെല്ലാം കഴിഞ്ഞ് അവനെ താഴെ ഇറക്കിയിട്ട് നമ്മുടെ മീൻ വറുത്തത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ആഹാരം കഴിച്ചിട്ട് നമുക്ക് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓണത്തിന് നമ്മൾ കൊച്ചുങ്ങളെ എങ്ങും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാൻ കാര്യം അതിനുള്ളൊരു സമയം കിട്ടിയില്ല. നമ്മൾ ഓരോ വട്ടവും ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാം ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങളായിരുന്നു നമുക്ക്. അപ്പോൾ അമ്മ ഇല്ലായിരുന്നു. അമ്മ കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അമ്മ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് അമ്മയ്ക്ക് പനിയായി, പിന്നെ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്നും അമ്മയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതുവരെ റെഡിയായി വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ കൃത്യസമയം അവിടെ ചെന്നപ്പോൾ അമ്മ ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടലോ അമ്മയ്ക്ക് ചുമയോ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് അമ്മ വന്നില്ല. അപ്പം ഞാൻ നേരെ വീട്ടിൽ ചെന്ന് പിള്ളേരെയും ചേച്ചി എല്ലാം കൂടി കെട്ടിപ്പിറക്കി നമ്മൾ ബസ് കയറാനായിട്ട് പോവുകയാണ്. ബസ് കയറി ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് അതിന് ശേഷം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പം ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ ഞാൻ വിചാരിച്ച വോയിസ് ഓവർ കൊടുക്കാതെ ഇടാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ മൊത്തവും പാട്ട്. അപ്പം പാട്ടിടുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് വേണ്ടാന്ന് വെച്ച്. എനിക്ക് വോയിസ് ഓവർ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. കാര്യം എൻ്റെ സൗണ്ട് എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയാം. മിക്കവാറും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ സംസാരിക്കുന്നത് മാത്രമായിരിക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എൻ്റെ സംസാരം എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പിന്നെയും വിചാരിച്ച് പോട്ടെ കിടക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചാലല്ലേ നമുക്ക് സംസാരം നേരെ ആക്കാൻ പറ്റൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലെത്തി. അതിന് ശേഷം അവിടെ നല്ല സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ടൂറിന് വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് നിറച്ച് പിള്ളേരായിരുന്നു അവിടെ അങ്ങ്. അപ്പം ഞങ്ങൾ പാർക്കിൽ വന്നു. ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അവർ ഓടിയോ ചാടിയോ കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്കിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിലും നമ്മൾ ഇരുന്നില്ല, കുറച്ച് നേരം ഇരുന്നുള്ളൂ. നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പൈസ കൊടുക്കണമായിരുന്നു. പൈസ കൊടുത്തേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പിന്നെ കയറ്റി അതിന് നമ്മൾ ചെന്നേ ഒക്കത്തുള്ളൂ. പൈസ അടച്ചിട്ട് അടച്ചതിൻ്റെ റെസിപ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കയറി. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നും കൂടി വെള്ളത്തിൽ കിടക്കുമെന്ന്, വെള്ളത്തിൽ ചാടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം മൂന്നും പരസ്പരം ഇടിച്ച് കളിക്കുക. അത് കാരണം പേടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കയറണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെയും പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കയറില്ല എന്നായിരുന്നു എനിക്ക് വിശ്വാസം. പക്ഷേ ഉണ്ണിക്കുട്ടൻ നന്നായിട്ട് കയറുകയും ചെയ്തു. അവനൊരു പേടിയില്ലാതെ കളിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലെല്ലാം മുട്ടുപിന്ന് പോലെ സാധനം കുത്തി വെച്ചിട്ടുണ്ട്. ഈ കൊച്ചുങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഈ കൊച്ചുങ്ങളുടെ കയ്യിലെല്ലാം കൊണ്ട് കൈ മൊത്തം മുറിയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ പിന്നെ അവർ കളിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അമ്മ ഇവിടെ മുറിഞ്ഞു അവിടെ മുറിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ നല്ല രീതിയിൽ സമയം ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി സമയം എടുത്ത് അവരവിടെ കളിച്ചു. അതിനുശേഷം നേരെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി ആശ്രാമം മൈതാനത്തോടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് എല്ലാമൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട്, അപ്പോൾ അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, നമ്മുടെ വാട്ടർഫോൾസിൻ്റെ ആ സംഭവമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് 199 രൂപയുടെ സാധനം ഏതെടുത്താലും 199 രൂപ അങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പുറശത്ത് സർക്കസ് ഉണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾ കണ്ടില്ല. അത് സർക്കസ് ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പല പരിപാടികളും ഇവിടെ നടക്കുന്നു. അപ്പോൾ വാട്ടർഫോൾസ് മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കയറിയെങ്കിലും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ കയറിയതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞത് അവിടെ എല്ലാം ഈ കൊച്ചുങ്ങൾ പിള്ളേർ മൊത്തം ഓടി നടക്കുക. അപ്പോൾ ഇവരെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. അത് കാരണം ഞങ്ങളിങ്ങനെ പിടിച്ചോണ്ട് നടക്കുമായിരുന്നു. ഒരു വിധത്തിലും എനിക്ക് മൊബൈൽ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ലായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് അതിനകത്ത് കയറിയത് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. ഞാൻ മനഃപൂർവ്വം എടുക്കാഞ്ഞതാ. കാര്യം കൊച്ചുങ്ങളെ പിടിക്കണം, അവന്മാരെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോയി പണിയാവും. അതുകൊണ്ട് അവരെ പിടിക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാൻ പോയില്ല. അപ്പോൾ അവിടെ ഒന്ന് കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ അതിനകത്ത് എനിക്ക് പൊതുവേ തോന്നുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മാത്രമേ ഉള്ളൂ പൊതുവെ കാണാനുള്ള ഒരു ഇതുള്ളൂ. ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. വെറുതെ ഒരു 200 രൂപ പോകും, അത്രയേ ഉള്ളൂ. കൊച്ചുങ്ങൾക്ക് 150 രൂപ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി അവിടെ എല്ലാം കയറി ഇറങ്ങിയതിന് ശേഷം നേരെ ബസ് കയറി ഞങ്ങൾ കുണ്ട്ര സ്റ്റാൻഡിൽ വന്നു. കുണ്ട്ര സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. കൊച്ചുങ്ങളെല്ലാം ഷാർജയും ഞാനും ചേച്ചിയും നമ്മുടെ നാരങ്ങ വെള്ളവും അതേപോലെ ഓരോ റോളും അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു റോള് മേടിച്ചെങ്കിൽ ഇതെല്ലാവരുടെയും ആയി പോകുന്നുണ്ട്. ആ രീതിയിലാണ്. ഇപ്പം ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്നവർക്ക് റോള് പറഞ്ഞിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഷാർജ ആയതുകൊണ്ട് അത് വലിയ ഗ്ലാസ്സിലല്ലേ, അപ്പോൾ അത് കഴിക്കില്ലല്ലോ എന്ന് വിശ്വസിച്ചാണ്. പക്ഷേ ഞങ്ങളുടെ റോള് മൊത്തം അവർ കൊച്ചുങ്ങൾ തിന്നു തീർത്തു എല്ലാം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റിയതിന് ശേഷം നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഹലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാനിവിടെ ഇച്ചിരി ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുക, ഇനി കഴിപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. ഞങ്ങൾ ഓരോ നാരങ്ങ വെള്ളവും പിന്നെന്താ ഒരു റോള്, പിള്ളേരെല്ലാം നമ്മുടെ ഷാർജ കുടിച്ചു. അപ്പോൾ ഇപ്പോൾ വയറ് നിറഞ്ഞു. ഇനിയിപ്പം തക്കാലം ഒന്നും കഴിക്കുന്നില്ല, ഒരു ചായ കുടിച്ചുകൊണ്ട് ഇനി കിടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.